ഹലോ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റ് കൊണ്ട് ഹലുവ ഉണ്ടാക്കാൻ പോവാണ്. പലരും പല രീതിയിൽ ചെയ്യണത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏറ്റവും കുറച്ച് ടാസ്ക്കുള്ള രീതിയിലാണ്. കാരണം ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ അരിഞ്ഞിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിലവർ കണ്ടിട്ടുണ്ട് നമ്മൾ ആവിയിലിട്ടിട്ട് വേവിച്ചിട്ട് അത് ഉടച്ച് കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് സ്ലൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റിൻ്റെ ഈ ഭാഗവും കളയണം. എന്നാലേ അത് അരിയാനൊരു സുഖം ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. അപ്പോൾ നമുക്കിതിൻ്റെ എല്ലാതും ദയമായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ലതും ചീത്തതൊക്കെ ആയിട്ടുള്ള ക്യാരറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണേ. ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് നല്ല ക്യാരറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ക്യാരറ്റ് മാത്രം എടുത്താൽ മതി, ബാക്കിയൊന്നും എടുക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഇത് അരിഞ്ഞിട്ട് വരാം കേട്ടോ. ഇനിയാണ് ഇതിൽ ഏറ്റവും ടാസ്ക്കുള്ള പണി എടുക്കുന്നത്. ഇത് ഇതേമാതിരി സ്ലൈസ് പോലെ ഇങ്ങനെ ആക്കിയെടുക്കണം. ഇതിങ്ങനെ ചെയ്യാതെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഇതായിട്ട് തോന്നും. എന്താന്ന് പറഞ്ഞു തരാനറിയില്ല. പക്ഷെ അടിപൊളിയാണ് ഇങ്ങനെ കേൾക്കുമ്പോൾ. ഇത് ആവിയിലിട്ട് വേവിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിന് എതിരാണ്. കാരണം ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. അപ്പം നമുക്കിനി ഇത് ഒരുപാട് പണിയാണ് ഇതിങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുറേ നേരം കഷ്ടപ്പെട്ട അതിൻ്റെ ടേസ്റ്റിൽ കേൾക്കാം. നമുക്ക് കണ്ടത്ര ആയിട്ടുള്ളൂ. ഇനി ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതേമാതിരി ഇങ്ങനെ ആക്കിയെടുക്കണം. അതും ഇത് വെച്ചിട്ട് തന്നെ ചെയ്യണം. എപ്പോൾ കഴിയുമെന്നറിയില്ല. സെറ്റാക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ സ്പീഡാക്കുമ്പോൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പതുക്കാം. അത്യാവശ്യം പണിയുള്ളതാണത്. ഇത് ഉണ്ടാക്കാൻ ഏറ്റവും മടിയുള്ളതും ഈ ഒരു കാര്യം ആലോചിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് ഉണ്ടാക്കണം. നമുക്ക് അങ്ങനെ ഇത് ലാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ കുറേ എത്ര ക്യാരറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ഉണ്ടാക്കി വരുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അത് പിന്നെ അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ നമുക്കിത് അരിഞ്ഞിട്ട് വരാം. നമ്മളിത് ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് പനി പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രസത്തിൽ കഴിക്കാൻ പറ്റും. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ബ്ലേഡ് എന്ന് പറഞ്ഞത് ഇത് ഈ രണ്ട് സൈഡിലും ബ്ലേഡ് ഉണ്ട്. ഇത് കുറച്ചും കൂടെ വലുതായിട്ടാവും വരല്. ഇതാവുമ്പോൾ ചെറുതായിട്ട് കിട്ടും. ഇതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. ഇതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കാണാനും കേൾക്കാനും ടേസ്റ്റ് കൂടുതൽ ഇങ്ങനെ അരിയുമ്പോഴായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഫസ്റ്റ് ചട്ടി അടുപ്പത്ത് വെക്കുക. ചട്ടിയിലത്തെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം അതിലേക്ക് മിൽമയുടെ നെയ്യാട്ടം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. മിൽമയുടെ അടിപൊളി നെയ്യാണ്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ല നെയ്യ് നോക്കിയെടുക്കുക. എന്നിട്ട് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നെയ്യാവുന്ന രീതിയിൽ ഒന്ന് ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചട്ടി ഒരുവിധം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് ഇട്ട് കൊടുത്ത പാടന്നെ പെട്ടെന്ന് ഇളക്കണം, ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു 5-10 മിനിറ്റ് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് വേവും വേണം. അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച നെയ്യ് എല്ലാ ഭാഗത്തേക്കും കൃത്യമായിട്ട് എത്തും വേണം. അതുകൊണ്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ വേണം നമ്മുടെ ക്യാരറ്റ് ഇളക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാലുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ യൂസ് ചെയ്തത് പാൽപ്പൊടി ആയിരുന്നു. എവരിഡേയുടെ പാൽപ്പൊടി ആയിരുന്നു കേട്ടോ ഞാൻ യൂസ് ചെയ്തത്. പാലില്ലാത്ത ടൈമിൽ ഞാൻ ഈ പാൽപ്പൊടി യൂസ് ചെയ്തിട്ട് തന്നെ കേട്ടോ പാലുണ്ടാക്കാറ്. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളതാണ് ഈ പാൽപ്പൊടി. അതുകൊണ്ട് ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം പാല് വേണം. അപ്പോൾ 1 ഗ്ലാസ് മുഴുവനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പാല് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്.
പാലില്ലാത്തത് കൊണ്ടാണ് ഞാൻ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പാല് കിട്ടുകയാണെങ്കിൽ അത് ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ അത് റെഡി ആയപ്പോൾ അടുപ്പത്തിരിക്കുന്ന ക്യാരറ്റ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ആ പാല് എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളോട് കുറേ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറേ ഉണ്ടാക്കുന്നുണ്ട് ക്യാരറ്റ് ഹലുവ. അതുകൊണ്ടാണ് പാല് അത്യാവശ്യത്തിന് എടുത്തിട്ടുണ്ടായിരുന്നത്. 2-3 ആൾക്കാർക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് എങ്കിൽ പാല് കുറച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ക്യാരറ്റ് മുങ്ങുന്ന രീതിയിൽ പാൽ ഒഴിക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഇതുണ്ടാക്കാൻ വേറൊരു കാര്യം കൂടി വേണം. ക്ഷമ എന്ന് പറയുന്ന സാധനം ഉള്ളവർക്കേ ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയാണ് ഇതിൽ ഏറ്റവും വലിയ ടാസ്ക് കിടക്കുന്നത്. ആ പാല് വറ്റുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പണ്ടേ പിന്നെ അതൊക്കെ കൂടുതലാണല്ലോ. ഇപ്പോഴാണ് ഞാൻ എൻ്റെ കൈ എവിടെയെന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നത്. ഒരു തള്ള വൈബായ ഇനി അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയാണ് നമുക്ക് ക്ഷമ വേണ്ടത്. ഇത് വറ്റുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം. ഇടയ്ക്ക് വന്ന് ഇതേമാതിരി ഒന്ന് മറിച്ചിട്ട് കൊടുത്താലൊക്കെ മതിയാവും. അങ്ങനെ അതൊന്ന് സെറ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. കുറച്ചല്ല, കുറച്ചധികം ഇട്ട് കൊടുക്കണം. ഇതിലെ മെയിൻ എന്ന് പറയുന്നത് പഞ്ചസാരയാണ്. അതുകൊണ്ട് ഷുഗർ ഉള്ളവരൊന്നും ഇത് ഉണ്ടാക്കാത്തതായിരിക്കും നല്ലത്. കാരണം അത്രയും കൂടുതൽ പഞ്ചസാര ഇതിന് യൂസ് ചെയ്യുന്നുണ്ട്. പഞ്ചസാരയുടെ വെള്ളം കൂടി വന്നപ്പോൾ പാല് ഒരുവിധം അത്യാവശ്യമായതുപോലെ ഉണ്ട്. ഇനി അതെല്ലാം വറ്റുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം. എനിക്കാണെങ്കിൽ തീരെ ക്ഷമയില്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇത് ഇളക്കി കൊടുക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും ഞാനിത് ഫുള്ളും വറ്റുന്നത് വരെ കാത്തു നിന്നിട്ട് അടിച്ചിട്ടിരിക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവം തന്നെയാട്ടോ ഇത്. കാരണം നേരം പോകുന്നത് അറിയത്തില്ല. ഞാൻ തന്നെ ഇതിൻ്റെ മുന്നിൽ നിന്നിട്ട് കുറേ നേരമായിട്ടുണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേന് സമയം ഒരു വിധമായിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി തിളച്ച് വരുമ്പോൾ കുറച്ചും കൂടെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇതേമാതിരി ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തു നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഓൾമോസ്റ്റ് സെറ്റായപ്പോൾ ഞാൻ കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ക്യാരറ്റ് ഹലുവ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.